Good morning, dear friends. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യത്തിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്ന് കാണാൻ പോകുന്ന വിഷയം. നമ്മൾ എംബ്രിയോളജിയുടെ പല ഘട്ടങ്ങൾ വിശദമായി കണ്ടു കഴിഞ്ഞു. മൈക്രോസ്പോറോജനസിസ്, ഡെവലപ്മെൻറ്റ് ഓഫ് പോളൻ ഗ്രെയിൻസ്, മെഗാസ്പോറോജനസിസ്, ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ സാക്ക്, എഗ് അപ്പാരറ്റസ്, then the fertilization, development of monocot embryo, development of dicot embryo. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളതിൽ ഓരോ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സിനെ എടുത്ത് പഠിക്കാൻ ആരംഭിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോളൻ വാൾ ലെയേഴ്സ് വിശദമായിട്ട് കണ്ടു, പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ വിശദമായിട്ട് കണ്ടു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പോളൻ ഗ്രെയിൻസിൻ്റെ ന്യൂട്രീഷന് സഹായിക്കുന്ന ആന്തറിലെ ഒരു ലെയർ ഓഫ് ടിഷ്യൂസിനെ പറ്റിയാണ്. നമുക്കറിയാമത് മറ്റൊന്നുമല്ല, ടപ്പേറ്റം എന്നറിയപ്പെടുന്ന എ ലെയർ ഓഫ് ന്യൂട്രീറ്റീവ് ടിഷ്യൂ പ്രസൻറ്റ് ഇൻ ദ ആന്തർ, ഇൻ ബിറ്റ്വീൻ ദ സ്പോറോജനസ് ടിഷ്യൂ ആൻഡ് ദ മിഡിൽ ലെയേഴ്സ്. നമുക്ക് വിശദമായിട്ട് ടപ്പേറ്റത്തിൻ്റെ സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്, പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്ന് ഇന്ന് കാണാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ആന്തറിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്താൽ ഇത് ആണ് ഒരു ആന്തർ. നമുക്കറിയാം ആന്തറിൽ 2 ലോബ്സ് ഉണ്ട്. ഓരോ ലോബിലും ഈ 2 ലോക്യൂൾസ് ഉണ്ട്. ഈ ലോക്യൂൾസ് എന്ന് പറയുന്നത് പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യുന്ന സ്ഥലമാണ്. സ്പോറോജിനസ് ടിഷ്യൂ ആണ് പോളൻ ഗ്രെയിൻസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഒരു ക്രോസ് സെക്ഷൻ, ഒരു യങ് ആന്തറിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്താൽ നമുക്കിവിടെ കാണാവുന്നത് വാൾ, പിന്നെ എൻഡോഥീസിയം എന്നറിയപ്പെടുന്ന പ്രൊട്ടക്റ്റീവ് ലെയർ വിച്ച് ഹെൽപ്സ് ഇൻ ദ ആന്തർ ടു ഡിഹൈസ് ഡ്യൂറിങ് ആന്തർ ഡെഹിഷൻ അറ്റ് മെച്യൂരിറ്റി. ദെൻ കംസ് ദ മിഡിൽ ലെയേഴ്സ്. ദ മിഡിൽ ലെയേഴ്സ് ആർ 5 to 6 layers in number or may increase in number. And inner to the middle layers we can see a large cells with a dense cytoplasm and large amount of DNA and secretory materials. നമുക്ക് വിശദമായിട്ട് അതിൻ്റെ സ്ട്രക്ചർ കാണാം. ആൻഡ് ദിസ് ലെയർ, ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് ദ വാൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഓണ്ടോജനിയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, എവിടെ സെല്ലിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ദിസ് ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് ദ വാൾ ഈസ് നോൺ ആസ് ദ ടപ്പേറ്റം. ആൻഡ് വി നോ ദാറ്റ് ദ മേജർ ഫങ്ഷൻ ഓഫ് ടപ്പേറ്റം ഈസ് സപ്ലൈയിങ് നറിഷ്മെൻറ്റ് to the developing pollen grains or developing microspores. So we are moving on to the development of tapetal layer, which is having a very important function in the development of pollen grains. Tapetum definition ഇവിടെ കൊടുത്തിട്ടുണ്ട്. We can see the tapetum is a specialized layer of nutritive cells എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഡെവലപ്പിംഗ് സ്പോറോജനസ് ടിഷ്യൂവിന് അല്ലെങ്കിൽ മൈക്രോസ്പോർസിന് ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സെൽസാണ് ടപ്പേറ്റൽ സെൽസ് അല്ലെങ്കിൽ ടപ്പേറ്റൽ ടിഷ്യൂ എന്നുള്ളത് കൊണ്ടാണ് സ്പെഷ്യലൈസ്ഡ് ലെയർ ഓഫ് ന്യൂട്രീറ്റീവ് സെൽസ് ഫൗണ്ട് വിത്തിൻ ദ ആന്തർ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് വെർ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ സ്പോറോജിനസ് ടിഷ്യൂ, ഏറ്റവും ഉള്ളിലായി കാണപ്പെടുന്ന സ്പോറോജിനസ് ടിഷ്യൂ ആൻഡ് ആന്തർ വാൾ. ആന്തർ വാളിനും ന്യൂട്രീറ്റീവ് ടിഷ്യൂവിനും ഇടയ്ക്ക് കാണപ്പെടുന്ന, സ്പോറോജിനസ് ടിഷ്യൂവിനും ഇടയ്ക്ക് കാണപ്പെടുന്ന ഒരു ന്യൂട്രീറ്റീവ് ലെയർ ആണ് ടപ്പേറ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് much importance in the nutrition and development of pollen grains as well as the precursor of the pollen coat. സ്പോറോപൊളനിൻ ഡെവലപ്പ് ചെയ്യുന്നതിലൊക്കെ, പോളൻ കിറ്റിൻ്റെ ഡെവലപ്മെൻറ്റിലൊക്കെ ടപ്പേറ്റത്തിന് പ്രധാനപ്പെട്ട റോൾ വഹിക്കാനുണ്ട്. ഇനി ടപ്പേറ്റം സെൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയാൽ ദേ ആർ യൂഷ്വലി ബിഗ്ഗർ ആൻഡ് നോർമലി ഹാവ് മോർ ന്യൂക്ലിയസ് പെർ സെൽ. ഒന്നിലധികം ന്യൂക്ലിയസ് പലപ്പോഴും കാണാറുണ്ട്. വീണ്ടും ആസ് ദ സ്പോറോജിനസ് സെൽ അണ്ടർഗോ മിയോറ്റോസിസ്, അതായത് മിയോസിന് മുമ്പ്, മൈക്രോസ്പോർ മദർ സെൽസ് ആവുന്നതിന് മുമ്പ്, ആ സമയങ്ങളിൽ ദ ന്യൂക്ലിയ ഓഫ് ടാപ്പറ്റൽ സെൽസ് ഓൾസോ ഡിവൈഡ്. പക്ഷേ ഒരു വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ സംടൈംസ് ദിസ് മൈറ്റോസിസ് ഇസ് നോട്ട് നോർമൽ, ഡ്യൂ ടു വിച്ച് മെനി സെൽസ് ഓഫ് മെച്യൂർ ടപ്പേറ്റം become multinucleate. That means the nuclear division is not followed by the cellular division. So the cells become multinucleate. Sometimes polyploidy and polytony can also be seen. കാരണം അതായത് മൈറ്റോസിസ് നടക്കുന്നുവെങ്കിലും മൈറ്റോസിസ് നോർമൽ അല്ല.
അവിടെ റെപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്, DNA റെപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്, സെല്ലുലാർ കമ്പോണൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഒരു നോർമലായ രീതിയിലല്ല. സെല്ലുലാർ സെപ്പറേഷൻ നടക്കുന്നില്ല. സെല്ലിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതല്ല ആ ഡിവിഷൻ്റെ ലക്ഷ്യം, മറിച്ച് അതിൻ്റെ മെറ്റബോളിക് എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളതാണ് എന്ന് നമുക്ക് ലളിതമായിട്ട് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ടപ്പേറ്റം സെക്രട്ടറി ഫങ്ഷൻ ഉള്ളതാണ് എന്ന് കരുതാം. ഈ സെക്രട്ടറി ഫങ്ഷൻ ഉള്ള സെൽസിനെല്ലാം തന്നെ ഈ പ്രോപ്പർട്ടി കാണപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ലിവർ സെൽസ് പലപ്പോഴും പോളിപ്ലോയിഡ് ആയിരിക്കും. അങ്ങനെ ഏത് സെക്രട്ടറി സെൽ എടുത്ത് നോക്കി കഴിഞ്ഞാലും നമുക്ക് അതിനകത്ത് ഈ ജനറ്റിക് കണ്ടൻറ്റ് കൂടുന്നതായി കാണാം. ഈ പറഞ്ഞ മൈറ്റോട്ടിക് അബ്നോർമാലിറ്റീസ് നമുക്ക് അതിലെല്ലാം കാണുന്നതായിട്ട് മനസ്സിലാക്കാം. പ്രധാനപ്പെട്ട എൻഡോമൈറ്റോസിസ് എന്ന് വെച്ചാൽ DNA റെപ്ലിക്കേഷൻ നടക്കുന്നു, സെൻട്രോമിയറിൽ ഈ ക്രോമസോമൽ ആംസ് ക്രൊമാറ്റിഡ്സ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു, പക്ഷേ അവ സെപ്പറേറ്റ് ചെയ്യുന്നില്ല, സെൽ ഡിവിഷനിലേക്ക് നടക്കുന്നില്ല. പക്ഷേ അതുപോലെ തന്നെ നോർമൽ മൈറ്റോസിസ്, പക്ഷേ സൈറ്റോകൈനസ് നടക്കുന്നില്ല, സെൽ ഡിവിഷൻ നടക്കുന്നില്ല. അല്ലെങ്കിൽ റെസ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയർ വെച്ചാൽ ക്രോമസോം ഡിവൈഡ് ചെയ്യുന്നു, പക്ഷേ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നില്ല. ഒരു ന്യൂക്ലിയസിനകത്ത് തന്നെ ഈ ജനറ്റിക് മെറ്റീരിയൽ എല്ലാം ഡിഫറൻറ്റ് ക്രോമസോംസ് കിടക്കുന്നു. അല്ലെങ്കിൽ എൻഡോ റീഡ്യൂപ്ലിക്കേഷൻ, ക്രോമസോമിൻ്റെ പല ഭാഗങ്ങളും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യുക, മെറ്റബോളിസത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യുക, എന്നാൽ സെല്ലിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യാതിരിക്കുക. ഈ രീതിയിലുള്ള ഒരു അബ്നോർമൽ ബിഹേവിയറാണ് ടപ്പേറ്റൽ സെൽസ് കാണിക്കുന്നത് എന്ന് പറയാം. അതാണ് ടപ്പേറ്റൽ സെൽസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയും. ദെൻ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ വാക്കിൽ പറയാവുന്നത്, ദേ ഹെൽപ്പ് ഇൻ ദ പോളൻ വാൾ ഫോർമേഷൻ. പോളൻ വാളിൻ്റെ ഫോർമേഷൻ അത് സഹായിക്കുന്നുണ്ട്. ന്യൂട്രീഷൻ്റെ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് ടു ദ ഇന്നർ സൈഡ് ഓഫ് ദ ആന്തർ ഫോർ ദ ഡെവലപ്പിംഗ് മൈക്രോസ്പോർസ്. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഈസ് ദ സിന്തസിസ് ഓഫ് കാലേസ് എൻസൈം which is helping the separation of microspore tetrads. നമ്മൾ കണ്ടു മൈക്രോസ്പോർട്സ് ഡെവലപ്മെൻറ്റ് കാര്യം പറഞ്ഞപ്പോൾ, പോളൻ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, പാലിനോളജി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കാലോസ് ഡെപ്പോസിഷൻ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദ പ്ലാസ്മ മെംബ്രെയിൻ ആൻഡ് സെൽ വാൾ ഓഫ് ദി മൈക്രോസ്പോർട്സ് ഡ്യൂറിങ് മിയോസിസ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ സെല്ലിന് ചുറ്റും ഒരു കാലോസ് ഡെപ്പോസിഷനുണ്ട്. ഈ ടെട്രാഡ് ഫോം ചെയ്യുമ്പോൾ അതെല്ലാം ഒരുമിച്ചിരിക്കുന്നത് ഈ കാലോസ് മെറ്റീരിയൽ കൊണ്ടാണ്. അപ്പോൾ ഈ മൈക്രോസ്പോർട്സിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഈ കാലോസ് മെറ്റീരിയലിനെ ഡീഗ്രേഡ് ചെയ്യണം. അതിനാവശ്യമായിട്ടുള്ള കാലേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടപ്പേറ്റൽ സെൽസാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പ്രധാനപ്പെട്ട പല പ്രോപ്പർട്ടീസും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഫങ്ഷൻസും ടപ്പേറ്റൽ സെൽസിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ടപ്പേറ്റത്തിൻ്റെ സ്ട്രക്ചറിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ സ്ട്രക്ചർ അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ബിഹേവിയർ അനുസരിച്ച് പ്രധാനമായിട്ടും 2 തരം ടപ്പേറ്റം ഉണ്ട് എന്ന് പറയാം. ഒന്ന് നമ്മൾ അമീബോയിഡ് ടപ്പേറ്റം എന്ന് വിളിക്കും, 2 സെക്രട്ടറി ടപ്പേറ്റം എന്ന് വിളിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ പരീക്ഷയോട് സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. കാര്യം റിപ്പീറ്റഡായിട്ട് ആവർത്തിച്ച് ചോദിച്ച് കാണുന്നൊരു കാര്യം ഫങ്ഷൻസ് ഓഫ് ടപ്പേറ്റം ചോദിക്കാം. രണ്ടാമതായിട്ട് പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടപ്പേറ്റം ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ആ 2 ടൈപ്പ് നമ്മളുടെ വ്യത്യാസം എന്ന് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒന്ന് അമീബോയിഡ് ടപ്പേറ്റം, മറ്റൊന്ന് സെക്രട്ടറി ടപ്പേറ്റം. ഇതിൽ സെക്രട്ടറി ടപ്പേറ്റമാണ് കൂടുതൽ പ്ലാന്റ്സിലും കാണപ്പെടുന്നത്. അമീബോയിഡ് ടപ്പേറ്റവും അപൂർവമല്ല, പല പ്ലാന്റ്സിലും ഇത് കാണപ്പെടുന്നുണ്ട്. ഒറ്റ വാക്കിൽ വിശദമായിട്ട് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം, അമീബോയിഡ് ടപ്പേറ്റം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? അമീബയുടെ സ്വഭാവമുള്ളതായിരിക്കും. അഥവാ ഒരു പെരിപ്ലാസ്മോഡിയം, ഒരു സെല്ലിലെ കണ്ടൻസ് എല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് ഒരു യൂണിറ്റായിട്ട് മാറി അത് മൈഗ്രേറ്റ് ചെയ്ത് ഒരു മൂവ്മെൻറ്റ് ഉണ്ടായി ഈ മൈക്രോസ്പോർട്സിൻ്റെ ഇടയ്ക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അമീബോയിഡ് ടപ്പേറ്റം എന്ന് പറയും. എന്നാൽ ടപ്പേറ്റം ഇൻടാക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയും ആ ടപ്പേറ്റൽ സെൽസിൽ നിന്ന് കണ്ടൻസ് റിലീസ് ചെയ്യപ്പെടുകയും ആ റിലീസ് ചെയ്യപ്പെടുന്ന കണ്ടൻസ് മൈക്രോസ്പോർട്സിൽ ആവശ്യമുള്ള സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ സെക്രട്ടറി ടപ്പേറ്റം പറയും. സെക്രീറ്റ് ചെയ്യുന്ന ടപ്പേറ്റം സെല്ല് ഇൻടാക്റ്റ് ആയിട്ടിരുന്നിട്ട് സെക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ സെക്രട്ടറി ടപ്പേറ്റം എന്ന് വിളിക്കും. ആ സെല്ല് ഡിസോർഗനൈസ് ചെയ്തിട്ട് അതിൻ്റെ കണ്ടൻറ്റ് മൂവ് ചെയ്ത് മൈക്രോസ്പോർട്സിൻ്റെ അടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അമീബോയിഡ് ടപ്പേറ്റം പറയും. ബേസിക്കലി ഇതാണ് ഡിഫറൻസ്. ഇനി നമുക്കതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് എന്താണ് ഈ സംഭവം എന്നൊന്ന് കാണാം. നന്നായിട്ട് പഠിച്ചു വയ്ക്കുകയും ചെയ്യുക. കാര്യം ഏറ്റവും പ്രധാനമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ് ഇത് എന്നുള്ളത് ഓർത്തിരിക്കുക. നമുക്കപ്പോൾ നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ അമീബോയിഡ് ടപ്പേറ്റം ഓർ ഇറ്റ് അതർവൈസ് കോൾഡ് ആസ് ഇൻവേസീവ് ടപ്പേറ്റം? കാര്യം വെച്ചാൽ ഈ ടപ്പേറ്റൽ സെൽസ് ഡിസോർഗനൈസ് ചെയ്തിട്ട് അത് ഈ മൈക്രോസ്പോർട്സിൻ്റെ അടുത്തേക്ക് വന്ന് അതിനെ ഇൻവേർഡ് ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ് ഇൻവേസീവ് ടപ്പേറ്റം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പെരിപ്ലാസ്മോഡിയൽ ടപ്പേറ്റം. കാര്യം ഈ ടപ്പേറ്റൽ സെൽസ് ഡിസോർഗനൈസ് ചെയ്തിട്ട് അതിൻ്റെ എല്ലാ പ്രോട്ടോപ്ലാസം ഒരുമിച്ച് ചേർന്ന്
ഒരു പെരിപ്ലാസ്മോഡിയം ഫോം ചെയ്യുന്നു. അതുകൊണ്ട് നമ്മളതിനെ പെരിപ്ലാസ്മോഡിയൽ ടപ്പേറ്റം എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ നോക്കുക പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന്. ദിസ് ടൈപ്പ് ഓഫ് ടപ്പേറ്റം ഈസ് സീൻ ഇൻ അലിസ്മ, ട്രഡസ്കാൻഷ്യ, ടൈഫ എക്സെട്ര. വേർ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്? ദ ടപ്പേറ്റൽ സെൽസ് ഫ്യൂസ് എമംഗ് ദംസെൽസ് ടു ഫോം എ ടപ്പേറ്റൽ പെരിപ്ലാസ്മോഡിയം. അതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു പരസ്പരം ഫ്യൂസ് ചെയ്യും. ടപ്പേറ്റൽ ലെയറിലെ സെൽസ് പരസ്പരം ഫ്യൂസ് ചെയ്തിട്ട് ഒരു പെരിപ്ലാസ്മോഡിയം ഫോം ചെയ്യുന്നു. ദ പ്രോട്ടോപ്ലാസ്റ്റ് ഓഫ് ദ ഫ്യൂസ്ഡ് ടപ്പേറ്റൽ സെൽസ് മൂവ് ഇൻ ടു ദ ലോക്യൂൾ. ലോക്യൂൾ എന്ന് വെച്ചാൽ സ്പോറോജനസ് ടിഷ്യൂ ഉള്ള ആന്തറിൻ്റെ ലോക്യൂളാണിത്. into the locule where they surround the pollen mother cells or the developing pollen grains. മിയോസിൻ്റെ സമയത്താണ് ഇത് ഡിസഗ്രിഗേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഒന്നുകിൽ പോളൻ മദർ സെൽസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിവിഷൻ കഴിഞ്ഞിട്ട് ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസ് ആയിരിക്കും. ദിസ് പ്രോട്ടോപ്ലാസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ടു ദ ലോക്യൂൾ മേ ടേക്ക് പ്ലേസ് ഡ്യൂറിങ് മിയോട്ടിക് പ്രോഫേസ് ഓർ മേ ബി ഡിലേഡ് അണ്ടിൽ ദ ടെട്രാഡ് സ്റ്റേജ്. ഇപ്പോൾ ഏത് സ്റ്റേജ് വേണമെങ്കിലും സംഭവിക്കാം. അത് മൂവ് ചെയ്ത് വരും, പെരിപ്ലാസ്മോഡിയമായിട്ട് മൂവ് ചെയ്ത് വരും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ അമീബോയിഡ് ടപ്പേറ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഒന്നും നല്ല പറയേണ്ടത്, ഒരു പ്രോപ്പർട്ടീസ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇൻ ട്രഡസ്കാൻഷ്യ ഈ നോർമലായിട്ട് വരുന്നു എന്ന് പറഞ്ഞെങ്കിലും ഇൻ ട്രഡസ്കാൻഷ്യ ഡ്യൂറിങ് പ്രീ മിയോട്ടിക് സ്റ്റേജ്, അതായത് സ്പോറോജിനസ് സെൽസിൻ്റെ മിയോസിസിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജിൽ ദ ടപ്പേറ്റൽ സെൽസ് ബിക്കം പ്രോഗ്രസീവ്ലി മോർ വാക്യുലേറ്റഡ്. ടപ്പേറ്റൽ സെൽസ് അതിപ്പോൾ ഇൻടാക്റ്റ് ആയിട്ടിരിക്കുകയാണ്. ടപ്പേറ്റം സെൽസ് നമുക്ക് കാണാം. ബിക്കംസ് മോർ വാക്യുലേറ്റഡ്, മോർ വാക്യൂൾസ് ഡെവലപ്പ് ചെയ്യുന്നു. ആൻഡ് വെസിക്കിൾസ് പോസിബിളി ഡിറൈവ്ഡ് ഫ്രം ഡിക്റ്റിയോസോംസ്. ഡിക്റ്റിയോസോംസ് നമുക്കറിയാം ഗോൾഗി കോംപ്ലക്സ്. ഡിക്റ്റിയോസോംസ് ബിഗിൻ ടു ഡിസ്ചാർജ് ഫ്രം ദ സെൽ. അപ്പോൾ ഡിസോർഗനൈസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇൻടാക്റ്റ് ആയിട്ടിരിക്കുന്ന അമീബോയിഡ് ടപ്പേറ്റം ആണ് ട്രഡസ്കാൻഷ്യയിലുള്ളത്. എങ്കിൽ പോലും ഈ മിയോസിസിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞത്, പ്രീ മിയോട്ടിക് സ്റ്റേജിൽ, മിയോസിൻ്റെ തുടക്കത്തിൽ അതിനകത്ത് നിന്ന് മെറ്റീരിയൽ സെക്രേറ്റ് ചെയ്യുന്നത് കാണാം. അത് ഡിക്റ്റിയോസോംസിൽ നിന്നാണ് ആ സെക്രീഷൻ വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. These vesicles contain enzymes which speed up the breakdown and rapid dissolution of the tapetal cell wall. At about the same time, the pollen mother cells are undergoing meiotic divisions to form the microspores. അപ്പോൾ ടപ്പേറ്റൽ സെൽസിൽ നിന്ന് തന്നെയാണ് ഈ ടപ്പേറ്റൽ സെൽ വാളിനെ ഡിസൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള എൻസൈംസ് റിലീസ് ചെയ്യപ്പെടുന്നത്. ഈ ഡിക്റ്റിയോസോംസിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന മെറ്റീരിയൽ ടപ്പേറ്റൽ വാൾ ബ്രേക്ക് ഡൗണിനുള്ള മെറ്റീരിയൽ തന്നെയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ വളരെ രസകരമായ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടൈപ്പ് ഓഫ് ഡെഹിസൻസ് ആണ് ഇവിടെ ടപ്പേറ്റൽ സെൽസിനുള്ളത്. ദ ടപ്പേറ്റൽ കണ്ടന്റ് കംസ് ഔട്ട് ഓഫ് ദ സെൽ ബൈ ദ ഡെസൊല്യൂഷൻ ഓഫ് ദ സെൽ വാൾ മെറ്റീരിയൽസ് ആൻഡ് ദിസ് ബ്രേക്ക് ഡൗൺ ഓഫ് ദ സെൽ വാൾ മെറ്റീരിയൽ ടേക്സ് പ്ലേസ് ഡ്യൂ ടു സം സെക്രീഷൻസ് ഫ്രം ദ ടപ്പേറ്റൽ സെൽസ് itself. So it is a good observation. This is known as the amoeboid tapetum. Then what is the sequence of events? കാര്യം ഇത് തന്നെയാണ്, ആ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് തന്നെ പറയുന്നേ ഉള്ളൂ. നിയർ ദ എൻഡ് ഓഫ് pollen mother cell meiosis, the new periplasmodial tapetal cytoplasm undergo further reorganization. Calysis പറഞ്ഞല്ലോ, കാലോസ് ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള എൻസൈമാണ്. ഡിറൈവ്ഡ് ഫ്രം ടപ്പേറ്റൽ പ്രോട്ടോപ്ലാസ്റ്റ് പ്രോഗ്രസീവ്ലി ഡിസോസിയേറ്റ് ദ മൈക്രോസ്പോർ ടെട്രാഡ്സ് ഓഫ് ദെയർ കാലോസ് കോട്ട്. ഡെവലപ്പ് ചെയ്യുന്ന ടെട്രാഡിൽ കാലോസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ പോളൻ ഗ്രെയിൻ ഡെവലപ്മെൻറ്റ് സ്ട്രക്ചർ പറഞ്ഞെടുത്ത് നോക്കുക. അപ്പോൾ കാലോസിനെ ഡിഗ്രേഡ് ചെയ്യുന്നത് ഈ ടപ്പേറ്റത്തിൽ നിന്നുള്ള കാലേസ് എൻസൈമാണ്. And the long amoeboid-like tapetal cells penetrate between newly released immature pollen grains. Clear? The tapetal cell metabolism then changes from carbohydrate form. അപ്പോൾ ഇതോടുകൂടി ആദ്യത്തെ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞു. ഈ മൈക്രോസ്പോഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുക, കാലേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുക, കാലോസിനെ ഡിസോസിയേറ്റ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷൻ കഴിഞ്ഞു. അടുത്തത് ഇനി സെക്രട്ടറി ഫംഗ്ഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് ഫോർമേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു, മറിച്ച് അത് ലിപ്പിഡ് മെറ്റീരിയൽ സിന്തസിസിലേക്ക് നടക്കും. കാര്യം ലിപ്പിഡ് ഡിറൈവ്ഡ് കോമ്പൗണ്ട്സ് ആണ് സോറോപ്പൊളൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നു. ലിപ്പിഡ് ഗ്ലോബ്യൂൾസ് അപ്പിയർ വിത്തിൻ ദ പ്ലാസ്റ്റിഡ്സ്, അതായത് ടപ്പേറ്റൽ സെൽസിൻ്റെ പ്ലാസ്റ്റിഡ്സിൻ്റെ കാര്യമാണ്. ടപ്പേറ്റൽ സെൽസിൻ്റെ പ്ലാസ്റ്റിനകത്ത് അല്ലെങ്കിൽ ഈ പെരിപ്ലാസ്മോഡിയത്തിനകത്ത് പ്ലാസ്റ്റിഡ്സിനകത്ത് ഈ ലിപ്പിഡ് മോളിക്യൂൾസ് സിന്തസൈസ് ചെയ്യാൻ പെടുന്നു. ഈ സിന്തസൈസ് ചെയ്യപ്പെടുന്ന ലിപ്പിഡ് മോളിക്യൂൾസ് പ്രോഗ്രസീവ്ലി എക്സ്ട്രൂഡഡ് ഫ്രം ദെയർ ഇൻ ടു ദ ടപ്പേറ്റൽ സൈറ്റോപ്ലാസം. ക്ലോറോപ്ലാസ്റ്റിനകത്ത് സിന്തസൈസ് ചെയ്യപ്പെടുന്നു, അത് സൈറ്റോപ്ലാസത്തിലേക്ക് വരുന്നു. അറ്റ് അബൌട്ട് ദ ഫൈനൽ mitosis, the tapetal cytoplasm appear more vacuolated and a second phase of polysaccharide synthesis appears. Finally, changes in the anther cuticle and connective cause an extensive degradation of the tapetal cytoplasm. And at anthesis പൂ വിടരുന്ന സമയം, അതായത് മെച്ചുറായി പോളൻ ഗ്രെയിൻസ് സ്പ്രെഡ് ചെയ്യാറായി, പോളൻ ഗ്രെയിൻ ഡെവലപ്മെൻറ്റ് സമയമായി എന്ന് പറയുന്ന സമയമാണ് ആന്തസിസ് എന്ന് പറയുന്നത്. ആന്തസിസ് എന്ന് പറഞ്ഞാൽ
opening of the flower, നല്ലൊരു വാക്കാണ് anthesis. And the time of anthesis is very important because usually the release of pollen grains takes place during anthesis, at the time of anthesis, and the stigma will be most receptive at the time of anthesis. അപ്പോൾ പൂ വിടരുന്ന നിമിഷം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ ഒരു നിമിഷമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ സമയമാകുമ്പോഴത്തേക്ക്, പൂ വിടരുന്ന ആൻഥസിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് ഈ ടപ്പേറ്റൽ സെൽസിൻ്റെ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ കമ്പോണൻസ് അല്ലെങ്കിൽ സെക്രേറ്റ് ചെയ്യപ്പെട്ട മെറ്റീരിയൽസ് ഗെറ്റ് ഡെപ്പോസിറ്റഡ് ആസ് ട്രൈഫൈൻ, എ കോംപ്ലക്സ് മിക്സ്ചർ ഓഫ് hydrophilic substances on the surface of the pollen grains. Pollen grain സർഫസിൽ ഈ മെറ്റീരിയൽസ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. This is the course of events taking place during the development and functions, different functions of the tapetum. എന്തായാലും നമുക്ക് പറയാവുന്നത് at the end of the whole event, the tapetal cells get disintegrated and all the materials are deposited on the pollen grains, which makes it hydrophobic and also sticky. ഗ്ലാൻഡുലർ ടപ്പേറ്റം മറ്റൊരു ടൈപ്പ് ഓഫ് ടപ്പേറ്റം എന്നുള്ള ഫങ്ഷൻസ് ഒക്കെ ഇത് തന്നെയാണ്. പക്ഷേ അത് ചെയ്യുന്നത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയ രീതിയിലാണ് എന്ന് നമുക്ക് ഇവിടെ പറയാം. ഡിസോർഗനൈസേഷൻ ഓഫ് ദ സെൽസ് ഒന്നും സംഭവിക്കുന്നില്ല, അത് സെക്രീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ മെറ്റീരിയൽ. ദാറ്റ് ഇസ് ഓൺലി ഡിഫറൻസ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ടപ്പേറ്റം ഇൻ ആൻജിയോസ്പെർമ്സ്, where the cells remain in their original position. That's the most important thing. Original position and later break down progressively. അവിടെ വെച്ച് തന്നെ ആ പൊസിഷൻ തന്നെ ഇരിക്കുന്നു, അവിടെ വെച്ച് തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ഏർലി പെരിപ്ലാസ്മോഡിയൽ ഡെവലപ്മെൻ്റ് ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. എമംഗ് ദ സബ്സ്റ്റൻസ് റിലീസ്ഡ് ഫ്രം ദ ഡീജനറേറ്റിംഗ് ടപ്പേറ്റം ആർ ദ പോളൻ കിറ്റ് ആൻഡ് ട്രൈഫൈൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോളൻ കിറ്റ്, പോളൻ്റെ പുറത്തുള്ള കവറിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ആ കളർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരു കളർ കൊടുക്കുന്നതും ഒരു സ്റ്റിക്കിനെസ് കൊടുക്കുന്നതൊക്കെ ഈ പോളൻ കിറ്റാണ്. ആ പോളൻ കിറ്റ് സംഭാവന ചെയ്യുന്നത് ശരിക്കും ടപ്പേറ്റൽ സെൽസ് ആണ്. ആൻഡ് ട്രൈഫൈൻ. ദെൻ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് നമ്മൾ അങ്ങനെയാണെന്ന് പറയുകയാണ്. ദ സെൽ വാൾ ഇസ് റിലേറ്റീവ്ലി തിൻ, ടപ്പേറ്റൽ സെൽസിൻ്റെ, ബീങ് കമ്പോസ്ഡ് ഓഫ് മിഡിൽ ലാമെല്ല ആൻഡ് പ്രൈമറി വാൾ വിത്ത് ലോ കണ്ടന്റ് ഓഫ് സെല്ലുലോസ്. ദ സൈറ്റോപ്ലാസം possesses mitochondria, plastids, number of pro-obese bodies and dictyosomes. Dictyosomes മറ്റൊന്നല്ല, ഗോൾഗി കോംപ്ലക്സ് ആണ്. ഇതിലൊരു കാര്യം മാത്രമാണ് നമുക്ക് പരിചയമില്ലാത്തത്, പ്രോ ഒബിസ് ബോഡീസ് എന്ന് പറഞ്ഞാൽ. ഒബിസ് ബോഡീസ് അല്ലെങ്കിൽ പ്രോ ഒബിസ് ബോഡീസ് എന്താണെന്ന് നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ കാണുന്നുണ്ട്. ഇറ്റ് ഇസ് എ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ഇൻ ദ പോളൻ ഗ്രെയിൻസ്. നമുക്ക് നോക്കാം. പോളൻ ഗ്രെയിൻസ് അല്ല, ഔട്ട്സൈഡ് ദ പോളൻ ഗ്രെയിൻസ് നമുക്ക് കാണാം. ആന്തർ ലോക്യൂൾ നമുക്ക് എന്താണെന്ന് നോക്കാം. Prior to meiosis, the tapetal cell becomes thick and cytoplasm becomes denser due to the increased number of ribosomes and pro-obese bodies. Thickening is however irregular on the wall facing the locule. അതായത് ടപ്പേറ്റൽ സെൽസ് ഇങ്ങനെ ഇരിക്കുന്നു. ടപ്പേറ്റൽ സെൽസ് ഇതാണ് ടപ്പേറ്റൽ സെൽസ്. ദ വാൾ ഫേസിങ് ദ ലോക്യൂൾ എന്ന് പറയുന്നത് ഈ ലെയറാണ്. ഈ ലെയറിൻ്റെ തിക്നെസ് ഡിഫറൻസ് ഉണ്ടാകും, യൂണിഫോം അല്ല എന്നാണ് പറഞ്ഞത്. During meiosis, there is further increase in the number of pro-obese bodies together with increase in the nuclear size. ഇവിടെ മിയോസ് പറഞ്ഞേക്കുന്നത് സ്പോറോജിനസ് സെൽസിലെ മിയോസ് ആണ് ഉദ്ദേശിക്കുന്നത്. ആ സമയത്ത് ടപ്പേറ്റത്തിൽ എന്ത് സംഭവിക്കുന്നതാണ്, എങ്ങനെ കോറിലേറ്റ് ചെയ്യാണ് എല്ലാ ഡിസ്ക്രിപ്ഷൻസും നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. നമ്മൾ ഒരുപാട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാത്തത് കൊണ്ടാണ് അത് കോറിലേറ്റ് ചെയ്ത് ഞാൻ പറയാത്തത്. അങ്ങനെ നമുക്ക് പറയാൻ വേണമെങ്കിൽ, അതായത് പോളൻ ഗ്രെയിൻസിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മൈക്രോസ്പോർ ഡെവലപ്മെൻറ്റിൻ്റെ ഈ സ്റ്റേജിൽ ടപ്പേറ്റത്തിൽ ഇതാണ് സംഭവിക്കുന്നതെന്ന് കോറിലേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, അത്രയും വിശദമായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെ സംഭവിക്കുന്നുള്ള സീക്വൻസ് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത ഡ്യൂറിങ് ടെട്രാഡ് സ്റ്റേജ്, അതായത് പോളൻ ഗ്രെയിൻസിൻ്റെ ടെട്രാഡ് സ്റ്റേജിൽ ദ പ്രോ ഒബിസ് ബോഡീസ് ആർ സറൗണ്ടഡ് ബൈ റേഡിയേറ്റിംഗ് സോൺസ് ഓഫ് റൈബോസോംസ്. ആഫ്റ്റർ സെപ്പറേഷൻ ഫ്രം ദ ടെട്രാഡ്, ദ പ്രോ ഒബിസ് ബോഡീസ് പാസ് ത്രൂ ദ ടപ്പേറ്റൽ സെൽ മെംബ്രെയിൻ. ശ്രദ്ധിക്കുക, ഇത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതായത് മൈക്രോസ്പോർസിൻ്റെ ടെട്രാഡ് സെപ്പറേറ്റ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്ക് ടപ്പേറ്റൽ സെൽസിനകത്ത് ഈ പ്രോ ഒബിസ് ബോഡീസ് സൈറ്റോപ്ലാസത്തിൽ നിന്ന് ടപ്പേറ്റത്തിൻ്റെ സെൽ മെംബ്രെയിനിലൂടെ സെൽ വാളിനും സെൽ മെംബ്രെയിനും ഇടയ്ക്കുള്ള സ്പേസിലേക്ക് എക്സ്ട്രൂഡ് ചെയ്യും. എക്സ്ട്രൂഡ് ഇൻ ദ സ്പേസ് ബിറ്റ്വീൻ ദ മെംബ്രെയിൻ ആൻഡ് ദ സെൽ വാൾ വേർ ദേ ഇമ്മീഡിയറ്റ്ലി കോട്ടഡ് വിത്ത് സ്പോറോപോളനിൻ. അപ്പോൾ ടപ്പേറ്റത്തിനകത്താണ് ഈ സ്പോറോപോളനിൻ ഉണ്ടാകുന്നത്. ഈ സ്പോറോപോളനിൻ എന്ന് പറയുന്നത് ഈ പ്രോ ഒബിസ് ബോഡീസ് വഴിയാണ് പോളൻ ഗ്രെയിൻസിലേക്ക് എത്തുന്നത്. ഈ കോട്ടിങ് നടന്നു കഴിഞ്ഞാൽ, ഈ പ്രോ ഒബിസ് ബോഡീസിൽ സ്പോറോപോളനിൻ കോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളതിനെ വിളിക്കുന്നത് ഒബിസ് ബോഡീസ് എന്നാണ്. വിശദമായിട്ട് നമ്മൾ പറയുന്നുണ്ട്, അടുത്ത സ്ലൈഡ് കാണാം. ദ ഇന്നർ ടാൻജൻഷ്യൽ വാൾ ഓഫ് ദ ടപ്പേറ്റൽ സെൽ നൗ അപ്പിയേഴ്സ് തിന്നർ ആൻഡ് എ സ്പേസ് അപ്പിയേഴ്സ് ബിറ്റ്വീൻ ദ സെൽ മെംബ്രെയിൻ ആൻഡ് ദ വാൾ. അതായത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട ഈ ഒബിസ് ബോഡീസ്
പ്രോ-ഒബീസ് ബോഡീസ് ഒന്നും സ്പോറോപോളൻ കട്ട് ചെയ്തു ഒബീസ് ബോഡീസ് ആയി മാറിക്കഴിയുമ്പോഴത്തേക്കും ഈ തിക്കായിരുന്ന ടാൻജൻഷ്യൽ വാള് തിന്നായി മാറുകയും ഒരു സ്പേസ് ഉണ്ടാവുകയും ചെയ്യുന്നു. അത് കഴിയുമ്പോൾ ആ വാൾ ഡിസപ്പിയർ ചെയ്യും, തിന്നായി വന്ന് ഡിസപ്പിയർ ചെയ്യും. ആൻഡ് ദ ന്യൂ മെംബ്രെയിൻ ഈസ് ഫോംഡ് അറൗണ്ട് ദ ടപ്പറ്റൽ പ്രോട്ടോപ്ലാസ്റ്റ് എലോങ് ദ തീക്കൽ ഫേസ്. ഈ തീക്കായുടെ ഫേസിലേക്ക് മാറി ഒരു പുതിയ wall formation, like a new membrane is formed, and this membrane is known as tapetal membrane. Actually, this development of this tapetal membrane makes it different from the periplasmodial tapetum, because tangential wall break down ചെയ്തിട്ട് ഈ മെറ്റീരിയൽ മുഴുവൻ പുറത്തേക്ക് യൂസ് ഔട്ട് ചെയ്ത് ഒരു പെരിപ്ലാസ്മോഡിയം ആകുന്നതിന് പകരം അവിടെ ഒരു പുതിയ മെംബ്രെയിൻ ഡെവലപ്പ് ചെയ്യുകയും ആ മെംബ്രെയിനെ നമ്മൾ ടപ്പേറ്റൽ മെംബ്രെയിൻ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ഈ മെംബ്രെയിൻ എന്ന് പറയുന്നത് അസറ്റോളിസിസ് റെസിസ്റ്റൻ്റ് ആണ്. അസറ്റോളിസിസ് റെസിസ്റ്റൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസറ്റോളിസിന് ശേഷം ഈ മെറ്റീരിയൽസ് നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റും, പ്രസൻസ് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഒബീസ് ബോഡീസ് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ അസറ്റോളിസിസ് നടത്തിയതിന് ശേഷം പോളൻ ഗ്രെയിൻ പ്രിപ്പറേഷനിൽ കാണാൻ പറ്റുന്നത്. അത് നമുക്കൊന്ന് കാണാം. അടുത്ത tapetal membrane. This layer is acetylosis resistant, studded with the obese granules, and encloses the developing pollen grain in the anther locule like a sock. അതായത് ഈ ആന്തർ വാൾ, അതായത് ഡയഗ്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നതോടെ ഇവിടെ ഈ ടപ്പേറ്റത്തിനകത്ത് നിന്ന് പ്രോ-ഒബീസ് ബോഡീസ് ഫോം ചെയ്യുന്നു. ഈ പ്രോ-ഒബീസ് ബോഡീസ് ഇതിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ കടന്ന് സെൽ വാളിൻ്റെ അകത്തേക്ക് എത്തുന്നു. അവിടെ വെച്ച് സ്പോറോപോളൻ കോട്ട് ചെയ്യുന്നു. അപ്പോഴത്തേക്ക് ഇതിനകത്തുള്ള പ്രോട്ടോപ്ലാസം ചുരുങ്ങുന്നു. കാര്യം അതിനുള്ള കണ്ടൻറ്റ് മുഴുവൻ ഒരു സെക്രട്ടറി മെറ്റീരിയലായിട്ട് മാറി പ്രോ-ഒബീസ് ബോഡീസായിട്ട് പുറത്തു വരികയും സ്പോറോപോളൻ കോട്ടിങ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള പ്രോട്ടോപ്ലാസം വളരെ തിന്നായി മാറുന്നു. അതായത് ഈ സെല്ലിന് ഇനി ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് സെല്ലുലാർ സ്ട്രക്ചർ ഇല്ല, മറിച്ച് ഈ വാള്, ഈ ടാൻജൻഷ്യൽ വാള് ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുകയും ഡിസൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഈ ടാൻജൻഷ്യൽ വാളിൻ്റെ സ്ഥാനത്ത് ഒരു ടപ്പേറ്റൽ മെംബ്രെയിൻ വരികയും ചെയ്യുന്നു. ഈ ടപ്പേറ്റൽ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ അത് സെല്ലല്ല, ഒരു മെംബ്രെയിൻ മാത്രമാണ്. ആ മെംബ്രെയിൻ ഈ ലോക്യൂളിനെ മൊത്തത്തിൽ കവർ ചെയ്തിരിക്കുന്നു. അത് നമുക്ക് വേണമെങ്കിൽ ഒരു പോളൻ സാക്ക് ആണെന്ന് പറയാം. ഇനി എന്താണ് ഈ ഒബീസ് ബോഡീസ്? അതിനെ ഓർബിക്യൂൾസ് എന്ന് വിളിക്കാറുണ്ട്. എന്താണ് അവ എന്ന് നോക്കാം. അതിൻ്റെ ബയോകെമിസ്ട്രിയിലേക്കോ മെറ്റബോളിസത്തിലേക്കോ നമ്മൾ പോകുന്നില്ല, അതിൻ്റെ സിന്തസിസോ ഒന്നും വിശദമായിട്ട് നോക്കുന്നില്ല. തൽക്കാലം എംബ്രിയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. എങ്ങനെ അത് ഡെവലപ്പ് ചെയ്യുന്നത്, എന്താണ് അപ്പിയറൻസ് മാത്രമേ പറയുന്നുള്ളൂ. എങ്കിലും വാട്ട് ആർ ഒബീസ് ബോഡീസ്, വാട്ട് ആർ ഓർബിക്യൂൾസ് എന്ന് ചോദിച്ചാൽ പറയാൻ വേണ്ടി മാത്രം മനസ്സിലാക്കിയിരിക്കുക. ബാക്കി നമുക്ക് പിന്നീട് പഠിക്കാം, വിശദമായിട്ട് പിന്നീട് പഠിക്കാം, അടുത്ത സെമസ്റ്ററിലൊക്കെ പഠിക്കാം. എന്തായാലും വാട്ട് ആർ ഒബീസ് ബോഡീസ്? ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ റോസനോഫ് ഇൻ 1865. ഇറ്റ് വാസ് എ ഏർലി ഡിസ്കവറി ഇൻ ക്ലോസ് അസോസിയേഷൻ വിത്ത് എ ടപ്പേറ്റം. കോസ്മത്ത് 1927, എഡ്മാൻ 1961. ഇവരൊക്കെ ഈ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ വളരെ പ്രധാനപ്പെട്ട പേര് കേട്ടവരാണ്. കോസ്മാത്താണ് ശരിക്കും ഒബീസ് ബോഡീസ് എന്ന പേര് സജസ്റ്റ് ചെയ്തത്. എന്നാൽ എഡ്മാൻ അതിനെ ഓർബിക്യൂൾസ് എന്ന് വിളിച്ചു. അതായത് ഓർബിക്യൂൾസും ഒബീസ് ബോഡീസും ഒന്ന് തന്നെയാണ്, ഒരേ സാധനം തന്നെയാണ്. എന്താണ് ഈ ഓർബിക്യൂൾസ് എന്ന് വെച്ചാൽ? ഓർബിക്യൂൾസ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ പോളൻ ഗ്രെയിൻ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി അസറ്റോളിസിസ് നടത്തി പ്രിപ്പയർ ചെയ്ത് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ കൂടെ നോക്കുമ്പോൾ പോളൻ ഗ്രെയിൻസ് കൂടാതെ വേറെ കുറേ സ്ട്രക്ചേഴ്സ് ഇവിടെ കാണാം. ആ സ്ട്രക്ചേഴ്സ് കുറച്ച് നെറ്റ്വർക്ക് ലൈക്ക് കണക്ഷൻസ് ഉണ്ട്. അതായത് ഈ ബോഡീസ് തമ്മിൽ നെറ്റ്വർക്ക് കണക്ഷൻസ് കാണാം. ഈ ബോഡീസും ആക്ച്വൽ പോളൻ ഗ്രെയിൻസും തമ്മിൽ ചില കണക്ഷൻസ് ഉണ്ട്. ഇങ്ങനെ കാണപ്പെടുന്ന മെറ്റീരിയലിനെയാണ് ശരിക്കും ഒബീസ് ബോഡി എന്ന് വിളിച്ചത്. അതിൻ്റെ ഡെഫിനേഷൻ ഇങ്ങനെ വരാം. ഓർബിക്യൂൾസ് ആർ സ്മോൾ ആൻഡ് ജനറലി സ്ഫെറിക്കൽ സ്ട്രക്ചേഴ്സ് ഫൗണ്ട് ഇൻ ദ ആന്തേഴ്സ് ഓഫ് മെനി ജനറ ഓഫ് ആൻജിയോസ്പേംസ്, ബോത്ത് മോണോകോട്ടിലൻസ്, എക്സാമ്പിൾ ട്രിറ്റിക്കം, ആൻഡ് ഡൈക്കോട്ടിലൻസ്, ആൻഡ് ഇൻ മെനി ജിംനോസ്പേംസ് ലൈക്ക് എഫിഡ്ര. എല്ലാത്തിലും കാണപ്പെടുന്നുണ്ട്. ദേ ആർ ഓഫൺ ലൂസ്ലി അറ്റാച്ച്ഡ് ടു ദ എക്സൈൻ, പോളൻ ഗ്രെയിൻസിൻ്റെ എക്സൈനുമായിട്ട്, ആൻഡ് ഓൾസോ occur as free bodies in the palynological macerations. പാലിനോളജി ചെയ്യാൻ വേണ്ടി മാസറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ സെൽവാളൊക്കെ ഡീഗ്രേഡ് ചെയ്തിട്ട് ഡിസൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഈ പോളൻ ഗ്രെയിൻസിനെ സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് ഈ ബോഡീസ് അവിടെ അപ്പിയർ ചെയ്ത് കാണാം, ഫ്രീ ബോഡീസ് ആയിട്ട്. ദ ഷേപ്പ് മേ ഹൗവർ വേരി ഡിഫറെൻറ്റ് സ്പീഷീസ് ഫ്രം സ്ഫിറോയിഡൽ, സ്പൈനലോ സർഫസ്, റോഡ് ലൈക്ക്, ഡോണറ്റ് ഷേപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഉഴുന്നുവടയുടെ ഷേപ്പ്, ഓവൽ ഓർ റൗണ്ടഡ്, triangular or plate-like with undulating or jagged margin, etc. All these are diversities. പോളൻ ഗ്രെയിൻ്റെ സർഫസ് ഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്തൊക്കെ വരുന്ന തരത്തിലുള്ള ഡൈവേഴ്സിറ്റി ഒബീസ് ബോഡീസ് കാണിക്കുന്നുണ്ട്. They frequently fuse into large aggregates. Example in the case of gymnosperm, in the case of Euphorbia species.
അപ്പോൾ ഇങ്ങനെയാണ് സ്ട്രക്ചേഴ്സ് കാണപ്പെടുന്നത്. ഇനി എന്താണെന്ന് ചോദിച്ചാൽ ദേ ജനറലി ഹാവ് എ സെൻട്രൽ കോർ, അതിൻ്റെ നടുക്കൊരു സ്പേസ് ഉണ്ട്, ആൻഡ് തിക്ക് വാൾ വിത്ത് മൈക്രോ ചാനൽസ്. It has been seen that when the anthers of Betula pendula were freeze in liquid nitrogen, fractured and examined with electron microscopy, scanning electron microscopy, orbicules were connected. ഇത് ഞാൻ ഇതുപോലെ ചേർത്തതാണ്, കാര്യം നമ്മൾ അതിൻ്റെ ഒബ്സർവേഷൻ എങ്ങനെ കാണുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. Orbicules were connected together by filamentous structures. In addition, they were also connected to the pollen grains or microspores. ഇതാണ് സ്ട്രക്ചർ. അപ്പോൾ ഈ ഒരു secretory material coming from the tapeta seen along with the pollen grains and coating the surface of the pollen grains. They appear as independent structures when we observe the pollen grains in the microscope, but they are interconnected between each other and also connected to the pollen grains. So it's some material which is get integrated into the pollen wall is there, and the obis bodies has a role in the formation of the pollen wall. That's all. Development of orbicules ആ സീക്വൻഷ്യൽ ആയിട്ട് പറഞ്ഞേക്കുന്നേ ഉള്ളൂ. യെസ്, എവിടെയാണ് ഉണ്ടാകുന്നത്? ടപ്പേറ്റത്തിനകത്താണ്. അതാണ് ടപ്പേറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയും. ഒബിസ് ബോഡീസിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഈ സെക്രട്ടറി ടപ്പേറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫസ്റ്റ് സൈൻ ഓഫ് ഒബിസ് ബോഡി ഫോർമേഷൻ ഇസ് ദ അപ്പിയറൻസ് ഓഫ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഡെൻസ് ബോഡീസ് surrounded by limiting membrane in the tapeted cells. These are called as pro-obese bodies and in many respects resemble spirosomes. Nothing but these are spirosomes. A specialized kind of spirosomes. As anther development proceeds, the pro-obese bodies increase in number and at the time of tetrad formation. Tetrad എന്ന് വെച്ചാൽ സ്പോറോജനസ് ടിഷ്യൂവിൽ ടെട്രാഡ് ആയിട്ടാണ് പറയുന്നത്. ആ സമയമാകുമ്പോഴത്തേക്കും ഈ പ്രോ ഒബിസ് ബോഡീസിൻ്റെ ചുറ്റും നമുക്ക് നിരവധി റൈബോസോംസ് കാണാം. അത് എന്താ പറയുക, വിച്ച് റേഡിയേറ്റ് ഫ്രം ദ ബോഡീസ് ലൈക്ക് സ്പോക്സ് അപ്പിയറൻസ് ആണ്. ദെൻ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കം ഇൻ ക്ലോസ് കണക്ഷൻ ഓർ ക്ലോസ് അസോസിയേഷൻ വിത്ത് ദ പ്രോ ഒബിസ് ബോഡീസ്. ഇതെല്ലാം ഇതിൻ്റെ സെക്രട്ടറി നേച്ചർ കാണിക്കുന്നതാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആയിക്കോട്ടെ, റൈബോസോംസ് ആയിക്കോട്ടെ, ഡിക്റ്റിയോസോംസ് ആയിക്കോട്ടെ, all these are related with some kind of deposition of materials into the structure and also secretion of the materials for the formation of obese bodies. So ഈ സെല്ലിനകത്തുള്ള സെക്രട്ടറി സിസ്റ്റം മുഴുവൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അതിനകത്തേക്ക് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, റൈബോസോംസ് ആണ്, ഡിക്റ്റിയോസോംസ് ആണ്. There appears an open continuity between the lumen of the pro-obese bodies and cisternae of the endoplasmic reticulum. It is very important observation because intracellular transport എന്ന് പറയുന്നത് നിങ്ങൾ വിശദമായിട്ട് പഠിച്ചിട്ടില്ല എങ്കിലും നമുക്കൊന്ന് ഓർക്കാം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻട്രാസെല്ലുലാർ ട്രാൻസ്പോർട്ടേഷനാണ്. സെല്ലിനകത്ത് എവിടെയെങ്കിലും സിന്തസൈസ് ചെയ്യപ്പെടുന്ന ഒരു മെറ്റീരിയൽ മറ്റൊരു സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ അത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ലൂമിനകത്തൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ആ ലൂമിനുമായിട്ട് ഡയറക്റ്റ് കണക്ഷനാണ്, അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഗോൾഗി കോംപ്ലക്സിൽ കാണപ്പെടുന്നത്. ഈ ലൂമിനുമായിട്ട് കണ്ടിന്യൂസ് കണക്ഷനിലാണ് നമ്മുടെ പ്രോ-ഒബിസ് ബോഡീസ്. അപ്പോൾ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് ആ പ്രോ-ഒബിസ് ബോഡീസിൻ്റെ സെക്രട്ടറി പ്രോപ്പർട്ടിക്ക് എന്നുള്ളതാണ് അത് മനസ്സിലാക്കേണ്ടത്. സെല്ലിൻ്റെ സെക്രട്ടറി പ്രോഡക്ട്സ് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ സ്ട്രക്ചറാണ് ഈ പ്രോ-ഒബിസ് ബോഡീസ് എന്ന് നമുക്ക് പറയാം. Thus, both ribosomes and endoplasmic reticulum are involved in the synthesis and metabolism of the sporopollenin precursors because sporopollenin synthesis ആണ് നടക്കുന്നത്. The pro-obese bodies are excluded from the tapetal cytoplasm. നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ pro-obese ബോഡീസ് ടപ്പേറ്റത്തിൻ്റെ പ്രോട്ടോപ്ലാസത്തിൽ നിന്ന് into the anther locules where they rapidly become invested with sporopollenin. The density and apparent rate of sporopollenin deposition continues parallel with the deposition of exine material on the pollen grains. Sporopollenin ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു, ഒബിസ് ബോഡീസിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു. അതിനനുസരിച്ച് ആ ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ പോളൻ ഗ്രെയിനിൻ്റെ പുറത്ത് എക്സൈൻ വാൾ മെറ്റീരിയൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതും പരസ്പരം പൂരകങ്ങളാണ് എന്ന് പറയാം. കണ്ടിന്യൂ ചെയ്യുന്നു. എക്സൈൻ ഫോർമേഷൻ കംപ്ലീറ്റ് ആകുന്നതുവരെ ഈ സ്പോറോപൊളനിൻ സിന്തസിസ് നടന്നുകൊണ്ടേയിരിക്കും. അറ്റ് എ ടൈം ഓഫ് ഫൈനൽ ഡിസൊല്യൂഷൻ ഓഫ് ടപ്പേറ്റം ദ ഒബിസ് ബോഡീസ് ആൻഡ് റിമൈനിങ് പ്രോ ഒബിസ് ബോഡീസ് ബിക്കം ഇൻ്റർമിംഗിൾഡ് വിത്ത് ദ പോളൻ ഗ്രെയിൻസ് ഇൻ ദ ആന്തർ സാക്ക്. ഇതാണ് സംഭവം. അപ്പോൾ സ്പോറോപൊളനിൻ സിന്തസൈസ് ചെയ്യാനൊരു മെക്കാനിസമാണ് ആ ടപ്പേറ്റത്തിൽ നിന്ന് ഈ ഒബിസ് ബോഡീസ് എന്ന് നമുക്ക് പറയാം. പക്ഷേ പിന്നീട് എന്ത് സംഭവിക്കുക വെച്ചാൽ ആവശ്യത്തിന് എക്സൈൻ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ള മെറ്റീരിയൽ ഈ എക്സൈനുമായിട്ട് ഇൻ്റർമിംഗിൾ ചെയ്ത് ഒരു സ്ട്രക്ചേഴ്സായിട്ട് അവിടെ കാണുന്നു. അതാണ് ഒബിസ് ബോഡീസ് എന്ന് പറയുന്നത്. അത് നമുക്ക് പോളൻ ഗ്രെയിനോടൊപ്പം നമ്മുടെ പ്രിപ്പറേഷനകത്ത് മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് കാണുകയും ചെയ്യാം.
എന്ന് ഏറ്റവും ചുരുക്കി പറയാം. ഇനി വേറെ കാര്യമുള്ളത്, ഈ സ്പോറോപൊളനൻ എന്ന് പറയുന്നത് ഒരു പോളിമറൈസേഷൻ റിയാക്ഷനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. പോളിമറൈസേഷനാണ് സംഭവിക്കുന്നത്. ഒരു പോളിമറാണ്, ലിപ്പിഡ് ഡെറിവേറ്റീവാണ്. അതിൻ്റെ ആക്ച്വൽ മെക്കാനിസമോ ആർട്ടിഫിഷ്യലായിട്ട് സിന്തസൈസ് ചെയ്യാനുള്ള മെക്കാനിസമോ നമുക്കില്ല. വൺ ഓഫ് ദ ഹാർഡസ്റ്റ് മെറ്റീരിയൽ ഇൻ നേച്ചർ. അതുകൊണ്ട് തന്നെ ആ മേഖലയിലുള്ള ഗവേഷണങ്ങൾ ഒരുപാട് പ്രയോജനം ചെയ്യും. കാരണം ഒരുപാട് കെമിക്കൽ റെസിസ്റ്റൻസ് ഉള്ളതാണ്, ഹീറ്റ് റെസിസ്റ്റൻസ് ഉള്ളതാണ്, മെക്കാനിക്കൽ ഷോക്ക് റെസിസ്റ്റൻസ് ഉള്ളതാണ്, ഒരു പരിധിവരെ ട്രാൻസ്പെറൻറ്റുമാണ് എന്നുള്ളത് കൊണ്ട് ഇത്തരം മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ റിസർച്ച് ഒരുപാട് നടക്കുന്നുണ്ട്. ദെൻ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഉബിസ് ബോഡീസ്? എ ട്രാൻസ്പോർട്ട് മെക്കാനിസം ഫോർ ദ കൺവേയൻസ് ഓഫ് സ്പോറോപൊളനിൻ ബിറ്റ്വീൻ ദ ടപ്പേറ്റം ആൻഡ് ദ ഡെവലപ്പിംഗ് മൈക്രോസ്പോർസ്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതുണ്ടാകുന്നത് സെക്രട്ടറി ടപ്പേറ്റം ആണെങ്കിൽ ടപ്പേറ്റത്തിനകത്താണിത് ഈ സ്പോറോപൊളനിൻ ഉണ്ടാകുന്നത്. അത് എക്സൈൻ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് പോളൻ ഗ്രെയിൻസിൻ്റെ സർഫസിലാണ്. അപ്പോൾ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ശരിക്കും ഈ പാക്കറ്റ്സ് ഓഫ് സ്പോറോപൊളനാണ്, ഓർബിക്യൂൾസ് അല്ലെങ്കിൽ ഉബിസ് ബോഡീസ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രൊവൈഡ് എ നോൺ വെറ്റബിൾ ലെയർ ലൈനിങ് ദ ആന്ത്രസാക്ക്. ആന്ത്രസാക്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ, നമ്മുടെ ടപ്പേറ്റൽ സാക്ക് ആണ് പിന്നീട് ആന്തർസാക്കായിട്ട് മാറുന്നത്. ഈ ആന്തർസാക്കിന് ഒരു നോൺ വെറ്റബിൾ ഹൈഡ്രോഫോബിക് ലൈനിങ് കൊടുക്കുന്നത് ഈ മെറ്റീരിയലാണ് എന്ന് പറയാം. ഫ്രം വിച്ച് പോളൻ ഗ്രെയിൻസ് ആർ റെഡിലി ഡിറ്റാച്ച്ഡ് ഓർ ദേ മേ ബി അസോസിയേറ്റഡ് വിത്ത് പോളൻ ഡിസ്പേഴ്സൽ. Temporary packaging of sensitive material for transport through the locular sap. The locular fluid probably contains extracellular enzymes against which the sporopollen wall of the orbicules form an effective barrier. Orbicules have no specific function. They are a byproduct of tapetal cell metabolism. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ടപ്പേറ്റൽ സെൽ മെറ്റബോളിസത്തിൻ്റെ പ്രോഡക്റ്റാണ് ഈ സ്പോറോപൊളനിൻ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള മെറ്റീരിയൽസ്, പോളിമറൈസേഷന് വേണ്ടിയിട്ടുള്ള മോണോമേഴ്സ്. ഇതിനെ ക്യാരി ചെയ്യുന്ന എന്ന് പറയേണ്ട, അത് തന്നെയാണ് ഉബിസ് ബോഡീസായിട്ട് നമുക്ക് തോന്നുന്നത്, അപ്പിയർ ചെയ്യുന്നത്. അത് സെക്രേറ്റ് ചെയ്യപ്പെടുന്നു, അത് മൂവ് ചെയ്യുന്നു, എക്സൈനായിട്ട് മാറുന്നു. അപ്പോൾ ആ പോകുന്ന മെറ്റീരിയൽസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നു. ഡെൻസ് ആയതുകൊണ്ടും തിക്കായതുകൊണ്ടും വളരെ ഹാർഡ് ആയതുകൊണ്ടും നമുക്കത് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓർബിക്യൂൾസ് മൈറ്റ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ലൈസിസ് ആൻഡ് ഡിഗ്രേഡേഷൻ ഓഫ് ദ ടപ്പേറ്റൽ സെൽസ്. ഇൻ ഡിലിയം, ഓർബിക്യൂൾസ് ഗെറ്റ് കണക്റ്റഡ് വിത്ത് ടപ്പേറ്റൽ പ്ലാസ്മ ആൻഡ് ദെൻ ബിക്കം ലിറ്റിക്കലി ആക്റ്റീവ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ആന്തർവാളിൻ്റെ ബ്രേക്ക് ഡൗണിലൊക്കെ ഈ സെക്രീഷൻ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നുണ്ടാവാം. പ്രിവെൻറ്റ് ഓസ്മോസ് ആൻഡ് കൊളാപ്സ് ഓഫ് ദ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിലേക്ക് ഈ പോളൻ ഗ്രെയിൻസ് വീണ് പോയാൽ നോർമലായിട്ടും സെൽ വാൾ എന്ന് പറയുന്നത് പെർമിയബിളാണ്, പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, സ്വാഭാവികമായിട്ടും അവിടെ ഡെസിക്കേഷൻ സംഭവിക്കാം, എക്സോസ്മോസ് സംഭവിക്കാം. അപ്പോൾ ഈ പോളൻ കോട്ട് എന്ന് പറയുന്നത് അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി ഇത്രയാണ് നമ്മൾ ഉബിസ് ബോഡീസിൻ്റെ കാര്യം പറഞ്ഞത്. സെക്രേറ്ററി ടപ്പേറ്റം കണ്ടു, ഗ്ലാൻഡുലാർ ടപ്പേറ്റം കണ്ടു. ഇനി മൊത്തത്തിൽ എന്താണ് ടപ്പേറ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ഫംഗ്ഷൻ ദ സെക്രേഷൻ ഓഫ് കാലേസ് എൻസൈം വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സെപ്പറേഷൻ ഓഫ് മൈക്രോസ്പൂൾസ് ആഫ്റ്റർ മിയോസിസ്. എൻസൈം കാലേസ് വെച്ചാൽ ബീറ്റ-1,3 ഗ്ലൂക്കാനേസ് എന്ന് പറയുന്നതാണ് എൻസൈമാണ്. കാലോസ് ഡിഗ്രേഡ് ചെയ്യാനുള്ള എൻസൈം ടു ഡിസോൾവ് കാലോസിക് വാൾ ഓഫ് ദ ടെട്രാഡ് ആൻഡ് സെറ്റ് ദം ഫ്രീ. Then secretion of monosaccharides into locules during the free microspore stage which are absorbed by microspores. ടപ്പേറ്റമാണ് polysaccharides പ്രൊവൈഡ് ചെയ്തത്. The role of tapetal cells in the secretion of sporopollen precursor is non-ambiguous. However, its role in the synthesis of sporopollen is not clear. സ്പോറോപൊളനിൻ സിന്തസൈസ് ചെയ്യുന്നത് ടപ്പേറ്റൽ സെൽസ് തന്നെയാണോ അതോ സ്പോറോപൊളൻ ഉണ്ടാകാനുള്ള ഇൻഗ്രീഡിയൻസസ് പ്രൊവൈഡ് ചെയ്യുന്നതേ ഉള്ളോ എന്നുള്ളത് ഒരു സംശയമാണ്. പക്ഷേ ഈ ടപ്പേറ്റൽ സെൽസിൻ്റെ സിന്തറ്റിക് പാത്വേ അല്ലെങ്കിൽ സിന്തറ്റിക് സ്റ്റേജിലുള്ള മാറ്റം നമുക്ക് ക്ലിയറാണ്. ആദ്യം പോളിസാക്കറൈഡ് സിന്തസിസിൽ നിന്ന് അതൊരു ലിപ്പിഡ് സിന്തസിസിലേക്ക് മാറുന്ന ഒരു സ്റ്റേജ് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ആ ക്ലിയർ ആയിട്ട് മാറുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് സ്പോറോപൊളൻ സിന്തസുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. ചിലപ്പോൾ അതിൻ്റെ പ്രിക്കേഴ്സേഴ്സ് ആയിരിക്കാം സിന്തസൈസ് ചെയ്യപ്പെടുന്നത്. In taxa with the secreted tapetum, sporopollen is deposited in the form of orbicules on the inner face of the tapetal cells. In taxa with the plasmodial tapetum, sporopollen material is present in the thecal fluid. കാര്യം അതെല്ലാം ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരം ഒരു ഓർബിക്യൂൾസിൻ്റെ അങ്ങനെ ഒരു കണ്ടക്റ്റിംഗ് മെക്കാനിസത്തിൻ്റെ ആവശ്യമില്ല. ഒരു പ്ലാസ്മോഡി അതേപടി മൈക്രോസ്പോർട്സിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. സോ അതിൽ ആ തീക്കൽ ഫ്ലൂയിഡ് എന്നാണ് പറയുക. ആ സ്പൊറാഞ്ചിയവും മൈക്രോസ്പോർട്സും ഈ ടപ്പേറ്റത്തിൻ്റെ കണ്ടൻറ്റും എല്ലാം കൂടെ ചേർന്നുള്ളത് നമ്മൾ തീക്കൽ ഫ്ലൂയിഡ് എന്ന് പറയുക. അതിൻ്റെ ഭാഗമായിട്ട് അത് വരികയാണ് ചെയ്യുന്നത്.
Then tapetal cells have another activities that result in the formation of different structures which characterize some families. ഫോർ എക്സാമ്പിൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ടാക്സോണമിയായിട്ട് ബന്ധപ്പെട്ടാണ്, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒനാഗ്രേസിയ ടപ്പറ്റൽ സെൽസ് പ്ലേ റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് ഫ്ലെക്സിബിൾ ത്രെഡ്സ് നോൺ ആസ് വിസിൻ ത്രെഡ്സ്. അപ്പോൾ വിസിൻ ത്രെഡ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൻ്റെ ഫംഗ്ഷൻ എന്നല്ല നമ്മൾ പറയുന്നത്, ഒനാഗ്രേസി ഫാമിലിയുടെ ഐഡൻറ്റിഫൈങ് ഫീച്ചറായിട്ട് നമുക്ക് ഒരു കാര്യം പറയാവുന്നതാണിത്. ഇൻ കണ്ടിന്യൂഷൻ വിത്ത് ദ ഔട്ടർ ലെയർ ഓഫ് ദ എക്സൈൻ. ഇൻ ആസ്ട്രേസി ദ ടപ്പേറ്റം ഫോംസ് ആൻ അസറ്റോളിസിസ് റെസിസ്റ്റന്റ് മെംബ്രെയിൻ ഔട്ട്സൈഡ് ദ സ്പോറോജിനസ് ടിഷ്യൂ. അതായത് സ്പോറോജിനസ് ടിഷ്യൂ, ആ പോളൻ ഗ്രെയിൻസ് എല്ലാം കൂടി ഇരിക്കുന്ന സ്ട്രക്ചറിൻ്റെ പുറത്തൊരു കവറിംഗ് ആണ് ഈ സാക്ക് എന്ന് പറയുന്നത്. ആ സാക്ക് അസറ്റോളിസ് റെസിസ്റ്റൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസറ്റോളിസ് നമ്മൾ പോളൻ ഗ്രെയിൻസിൻ്റെ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്, ട്രീറ്റ്മെൻറ്റാണ്, കെമിക്കൽ ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സാക്കാണ് അവിടെ പോളൻ ഗ്രെയിൻസിനെ കവർ ചെയ്യുക. അപ്പോൾ ആ സാക്ക് ബ്രേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ദിസ് മെംബ്രെയിൻ ഈസ് നോൺ ആസ് ദ കൾച്ചർ സാക്ക് ഓർ പെരിടപ്പേറ്റൽ മെംബ്രെയിൻ. ടപ്പേറ്റൽ സാക്ക് തന്നെയാണ് പിന്നീട് ഈ പോളൻ സാക്കായിട്ട് മാറുന്നത്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ നമ്മൾ ടപ്പേറ്റത്തിൻ്റെ പറയാവുന്നത് ഫോർമേഷൻ ഓഫ് ഉബിസ് ബോഡീസ് എന്നുള്ളതാണ്. ഉബിസ് ബോഡീസ് ഫോം ചെയ്യുക എന്നുള്ളത് ടപ്പേറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. ദെൻ ദ പോളൻ കിറ്റ് ഫോർമേഷൻ ഓർ ദ ട്രൈഫൈൻ which are deposited on the pollen surface and help to bind pollen grains together and for efficient insect pollination. ഇൻസെക്റ്റിൻ്റെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, പോളൻ കിറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് ഈ സ്റ്റിക്കിനെസ് കൊടുക്കുന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റോള് ടപ്പേറ്റത്തിനാണുള്ളത്, ടപ്പേറ്റമാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അൾട്രാ സ്ട്രക്ചറൽ സ്റ്റഡീസ് ഹാവ് ഷോൺ ദാറ്റ് ബോത്ത് ദീസ് സബ്സ്റ്റൻസസ് ആർ സിന്തസൈസ്ഡ് ഇൻ എ സ്പെഷ്യൽ പോപ്പുലേഷൻ ഓഫ് പ്ലാസ്റ്റിഡ്സ് ഇൻ ദ ടപ്പേറ്റൽ സെൽസ്. നേരത്തെ പറഞ്ഞു, ഈ ലിപ്പിഡ് മെറ്റബോളിസത്തിലേക്ക് മാറുന്നത്, ലിപ്പിഡ് സിന്തസിസ് നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിനകത്താണ്. ക്ലോറോപ്ലാസ്റ്റിൽ നിന്ന് സൈറ്റോപ്ലാസ്റ്റിലേക്ക് വരുന്നു, സൈറ്റോപ്ലാസ്റ്റിൽ നിന്ന് പിന്നെ അത് പ്ലാസ്മ മെംബ്രെയിന് പുറത്തേക്ക് വരുന്നു, പിന്നെ ആ സെൽ വാൾ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നു, അതിനുള്ള എൻസൈംസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെയാണ്. പിന്നീട് അത് ടപ്പേറ്റൽ സാക്കായിട്ട് മാറുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് ഒരു പ്ലാസ്റ്റിഡ്സിനകത്താണ് ഇത് സംഭവിക്കുന്നത് വേണമെങ്കിൽ പറയാം. ദെൻ ദ ഫോർമേഷൻ ഓഫ് പോളൻ വാൾ ഡ്യൂറിങ് പോസ്റ്റ് മിയോട്ടിക് പീരീഡ്. അത് നമ്മൾ പറഞ്ഞു, പോളൻ്റെ വാൾ ഡെവലപ്പ് ചെയ്യുന്നത്, എക്സൈൽ ഡെവലപ്പ് ചെയ്യുന്നതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ടപ്പേറ്റത്തിന് വഹിക്കാനുള്ളത്. ഇത്രയാണ് നമുക്ക് ടപ്പേറ്റത്തെ പറ്റി പറയാനുള്ളത്. താങ്ക് യു.